Hello all. Today we are going to discuss about online advertising. We have already discussed about what digital advertising is, digital marketing is. We have discussed different types of digital marketing. Now we are going to discuss about what online advertising is and what are the different types of online. So what is online advertising? We have discussed. Online advertising is a method of advertising using internet to provide or convey marketing promotional message to consumers. Consumers marketing അല്ലെങ്കിൽ promotional messages internet use ചെയ്തിട്ട് advertise ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയാം online advertising എന്ന് പറയാം. Now what are the different types of online advertising? Banner advertisement, floating advertisement, interstitials, unicast, pop-up, contextual, advertorials, e-signs, spam targeted opt-in email. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. അപ്പം ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വി ക്യാൻ ഡിസ്കസ്. So first one is banner advertisement. What is banner advertisement? It is a classic form of advertisement on net. It traditionally appears as a rectangular graphic near the top of the page. Most banner advertisements are some sort of graphics. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബാനർ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ വെരി ക്ലാസിക് ഫോം ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. നമ്മൾ സാധാരണ ഒരു വെബ്സൈറ്റ് തുറക്കുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് ബാനർ അഡ്വർടൈസ്മെൻറ്റ്സ്. അതെങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഒരു സൈറ്റിൽ ടോപ്പിൽ അല്ലെങ്കിൽ സൈഡിലായിട്ട് ഒരു റെക്റ്റാങ്കുലർ ഗ്രാഫിക് ആയിട്ട് നമുക്ക് ഈ ബാനർ അഡ്വർടൈസ്മെൻറ്റ്സ് കാണാൻ പറ്റും. നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ. എക്സിറ്റ് ഓപ്ഷൻസ് ചില ബാനർ അഡ്വർടൈസ്മെൻറ്റ്സിനുണ്ട്, ചിലതിൽ ഇല്ല. അതിനാണ് ബാനർ അഡ്വർടൈസ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. പൊതുവേ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഗ്രാഫിക് അല്ലെങ്കിൽ ജിഫ് അല്ലെങ്കിൽ വെറും ഒരു ഇമേജ് ആണ് ഉണ്ടാവുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഹിയർ ഇസ് ദാറ്റ് ഇറ്റ് ഡസൻറ്റ് ടേക്കപ്പ് ദി ഹോൾ വെബ്സൈറ്റ് സ്പേസ്. ആ വെബ് പേജ് കംപ്ലീറ്റ് ടേക്കപ്പ് ചെയ്യില്ല. ഏതൊരു ടോപ്പിൽ അല്ലെങ്കിൽ സൈഡിലായിട്ടൊരു ചെറിയ ബാനർ പോലെയാണ് ഈ അഡ്വർടൈസ്മെൻറ്റ്സ് കാണാറുള്ളത്. Now what are the different types of banner advertisement? Banner advertisement തന്നെ different types ഉണ്ട്. Types എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ first one is cost per click അല്ലെങ്കിൽ CPC. It is a type of advertisement where the advertiser pays a search engine or the publisher of the advertisement whenever the ads are clicked. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് CPC ടൈപ്പ് അഡ്വർടൈസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അഡ്വർടൈസർ, അതായത് നമ്മളിപ്പോൾ ഒരു CPC ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ വെബ്സൈറ്റിന്, അതായത് ഈ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ഇടുന്ന പബ്ലിഷർക്ക് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിന് വി പേ വെൻ അവർ അഡ്വർടൈസ്മെൻറ്റ് ഇസ് ക്ലിക്ഡ്. നമ്മുടെ ആ ബാനർ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഒരു ബാനർ ആഡ് ഞാൻ സൈറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 4 പേര് ക്ലിക്ക് ചെയ്താൽ CPC പ്രകാരമാണെങ്കിൽ ആ 4 ക്ലിക്കിനാണ് ഞാൻ ക്യാഷ് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് കോസ്റ്റ് വരിക. Normally, search engine advertisers charge a flat rate for CPC or allow a bid. Normally, ഈ പറയുന്ന സെർച്ച് എഞ്ചിൻസോ അല്ലെങ്കിൽ പബ്ലിഷേഴ്സോ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് റേറ്റ് ഫിക്സ് ചെയ്യും CPCക്ക്. അതായത് ഇപ്പം ഗൂഗിൾ ആണെങ്കിൽ ഒരു ആഡിന് 10 രൂപ അല്ലെങ്കിൽ ഒരു ക്ലിക്കിന് 10 രൂപ, അങ്ങനെ ഒരു ഫ്ലാറ്റ് റേറ്റ് ഫിക്സ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ദേ allow to bid. ബിഡ് ബേസ്ഡ് CPC എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. Under bid-based CPC, a private auction is conducted wherein search engine company or publisher invites interested parties for inclusion on the search engine or website. പ്രൈവറ്റ് ബിഡ് ബേസ്ഡ് CPC ആണെങ്കിൽ ഫ്ലാറ്റ് റേറ്റ് അല്ല, പകരം എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരൊരു ഓപ്ഷൻ നടത്തും. ഓപ്ഷൻ നടത്തിയിട്ട് അതിൽ ഹയസ്റ്റ് ബിഡർ ആരാണോ അയാൾക്ക് ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് ആ റേറ്റിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് പ്രൊവൈഡ് ചെയ്യും. അതാണ് ബിഡ് ബേസ്ഡ് CPC. പിന്നെ അടുത്ത പറയുന്നത് കോസ്റ്റ് പെർ ഇംപ്രഷൻ ഓർ കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻ. Here advertiser pays each time the advertisement appears in the publisher's website. It is also called cost per miles. ഇവിടെ കോസ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ തവണയും നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് അപ്പിയർ ചെയ്യുന്നതിനാണ് ക്യാഷ്, അല്ലാതെ ക്ലിക്ക് ചെയ്യുന്നതിനല്ല. ഈച്ച് ടൈം അവർ അഡ്വർടൈസ്മെൻറ്റ് ബാനർ ആഡ് ഇസ് ഷോൺ ഇൻ ദ വെബ്സൈറ്റ് വി ഹാവ് ടു പേ. പിന്നെ കോസ്റ്റ് പെർ ആക്ഷൻ ഉണ്ട്, CPA. Here advertiser pays based on user performing a certain pre-defined action. അതായത് പലപ്പോഴും ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രീ ഡിഫൈൻഡ് ആക്ഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ. അതായത് ചില സമയത്ത് നമുക്കറിയാം, നമ്മൾ ഒരു സൈറ്റിൽ കയറി നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കാണും. ആ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ചിലപ്പോൾ വേറൊരു പേജിലേക്ക് പോകും. ആ വേറെ പേജിൽ ചിലപ്പോൾ നമ്മളോട് എന്തെങ്കിലും അവരുടെ ഒരു ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഒരു സൈൻ ഇൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിൽ സൈൻ ഇൻ ചെയ്യാനൊക്കെ നമ്മളോട് പറയും. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെ ആക്ഷനായിട്ട് എന്ത് ചെയ്യും, ഓൾറെഡി അഡ്വർടൈസർ ഡിഫൈൻ ചെയ്യും. ഓക്കെ, ആ ആക്ഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ CPAയിൽ എന്ത് വരുള്ളൂ, കോസ്റ്റ് വരുള്ളൂ. അതായത് ആ ആക്ഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ അഡ്വർടൈസർ പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ബാനർ ആഡ് ഇട്ടു, ഓക്കെ, ഒരു വെബ്സൈറ്റിൽ. എന്നിട്ട് ഞാൻ CPA ആണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആക്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഒരാൾ കണ്ടുകൊണ്ട് മാത്രമോ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാത്രമോ ആയില്ല. എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് എൻ്റെ സൈറ്റിലേക്ക് പോയിട്ട് അവിടെ
ഒരു ന്യൂസ് ലെറ്റർ ഉണ്ട്. ആ ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ എന്ത് പ്രൊവൈഡ് ചെയ്യുള്ളൂ, ഞാൻ എൻ്റെ പബ്ലിഷർക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിന് എന്ത് പ്രൊവൈഡ് ചെയ്യുള്ളൂ, ഞാൻ ക്യാഷ് പ്രൊവൈഡ് ചെയ്യുള്ളൂ, കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുള്ളൂ, അഡ്വർടൈസ്മെൻറ്റിന് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതാണ് കോസ്റ്റ് പെർ ആക്ഷൻ. ഹിയർ ദ യൂസർ പെർഫോമിംഗ് എ സർട്ടൻ ആക്ഷൻ is considered as a criteria for payment of cost. Okay. ഇനി കോസ്റ്റ് പെർ ലീഡ്. ദിസ് കോസ്റ്റ് പെർ ലീഡ് ഇസ് ആക്ച്വലി സിമിലർ ടു CPA പോലെ തന്നെയാണ്. ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ CPAയിലെ ആക്ഷൻ ഇസ് സംതിങ് വെരി കോംപ്ലിക്കേറ്റഡ്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് ഡിഫൈൻ ചെയ്യുക. അതായത് ഇപ്പം ഈ പറയുന്ന ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്യുക പോലത്തെ. പക്ഷെ അണ്ടർ CPL ദി ആക്ഷൻ ഇസ് സംതിങ് വെരി സിമ്പിൾ, ലൈക്ക് ബേസിക് സൈൻ അപ്പ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ഷൻ. അതായത് ഇപ്പോൾ വെറുതെ എൻ്റെ എന്താ പറയുക സൈറ്റിലേക്ക് കയറിയിട്ട് ജസ്റ്റ് സൈൻ അപ്പ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ക്യാഷ് പ്രൊവൈഡ് ചെയ്യും. അതായിരിക്കും എൻ്റെ ആക്ഷൻ. അതിനെയാണ് CPL എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാനർ അഡ്വർടൈസ്മെൻറ്റ്സ്. ഇനി നെക്സ്റ്റ് പറയുന്ന ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെൻറ്റ്. These advertisements appear on the window of the user. They may float or stay on the window for a specific time like 10 to 30 seconds. They are not like banner advertisements as they take up the entire screen and usually have exit options. They usually have audio-video content. Floating advertisement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളൊരു വെബ്സൈറ്റ് തുറക്കുമ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പോപ്പപ്പ് പോലെ എന്ത് വരും, എൻറ്റയർ സ്ക്രീനും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്കൊരു അഡ്വർടൈസ്മെൻറ്റ് വരും. അതിനെയാണ് ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുക. അതിന് പ്രത്യേകിച്ച് ടൈമിംഗ് ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും ദേ ക്യാൻ ജസ്റ്റ് ഫ്ലോട്ട് ഇൻ. അതുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് എന്ന് പറയുക. എപ്പോൾ വേണമെങ്കിലും ദേ ജസ്റ്റ് ഫ്ലോട്ട് ഇൻ. ഒരു 10 to 30 seconds വരെ അത് ഉണ്ടാവും. സംടൈംസ് വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഓഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ വെറും ഗ്രാഫിക്സ് ആയിരിക്കും. ഓക്കെ, അത് വരുമ്പോൾ എന്താ വെച്ചാൽ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ടാവും, നമുക്ക് എക്സിറ്റ് അടിക്കാം. ഓക്കെ, ചിലപ്പോൾ എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ വി കനോട്ട് ഡു എനിത്തിങ് ഇൻ ദ സൈറ്റിൽ വേറെ ഒന്നും നമുക്ക് തൊടാൻ പറ്റില്ല. ആ ആഡ് മാത്രമേ കാണാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് ടേക്സ് അപ്പ് ദി എൻറ്റയർ സ്പേസ് ഓഫ് ദി വെബ്സൈറ്റ്. അതാണ് ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെൻറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ഇൻറ്റർസ്റ്റീഷ്യൽസ്. ഇൻറ്റർസ്റ്റീഷ്യൽ മീൻസ് ആൻ ഇൻ്റർവീനിങ് സ്പേസ്. ഇൻറ്റർസ്റ്റീഷ്യൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇൻ്റർവീനിങ് എന്നുള്ള അർത്ഥമാണ്. ഇൻ്റർവീനിങ് സ്പേസ്. They are pages that is shown between pages on a website. As you click from one page to another, this advertisement is shown. As a load in background, they are used for large graphic advertisement. They usually full screen advertisement. Interstitialsum floating advertisement പോലെ full screen advertisement ആണ്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇൻ്റർവീനിങ് സ്പേസിലാണ് ഇവരെ കാണുക. അതായത് നമ്മളിപ്പോൾ ഒരു ആപ്പ് എടുത്തിട്ട് ആ ഒരു പേജിൽ നിന്ന് നമ്മൾ വേറെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും വേറൊരു എന്താ പറയുക സെക്ഷനിലേക്ക് പോവുകയാണെന്ന് വയ്ക്കുക. ആ പോകുന്ന ട്രാൻസിഷനിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, ഇൻറ്റർസ്റ്റീഷ്യൽ ആഡ്സ് കാണാൻ പറ്റുക. അത് മാത്രമേ ഈ ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെൻറ്റും ഇൻറ്റർസ്റ്റീഷ്യൽസും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ഫ്ലോട്ടിംഗ് ആഡ് അങ്ങനെയല്ല, നമ്മൾ വെബ്സൈറ്റ് അല്ലെങ്കിൽ സൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിൽ കൂടെ ബ്രൗസ് ചെയ്യുന്നതിന് ഇടയിൽ കൂടെ പെട്ടെന്ന് കയറി വരും. ഇൻറ്റർസ്റ്റീഷ്യൽസ് അങ്ങനെയല്ല, നമ്മൾ സൈറ്റിൽ എന്തെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വെൻ യു ക്ലിക്ക് ഫ്രം വൺ പേജ് ടു അനദർ, സൈറ്റിൽ ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് ആ ഒരു ട്രാൻസിഷനിലാണ് എന്ത് വരുന്നത്, ഇൻറ്റർസ്റ്റീഷ്യൽസ് വരുന്നത്. ബട്ട് ദേ ആർ ഓൾസോ വാട്ട്, ഫുൾ സ്ക്രീൻ അഡ്വർടൈസ്മെൻറ്റ്സ്. പിന്നെ യൂണികാസ്റ്റ് അഡ്വർടൈസ്മെന്റ്. They're comparatively new form of ad. They run like television commercials in a separate window. They have good audio video content and last up to 10 to 30 seconds. User can click on these ads for more information. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂണികാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈറ്റിൽ ഓരോന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കുന്ന സമയത്ത് തന്നെ സൈഡിലായിട്ട് ഒരു ചെറിയ ടെലിവിഷൻ സ്ക്രീൻ പോലെ കൊടുത്തിട്ട് അതിൽ എന്തെങ്കിലും ഓഡിയോയും വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ടാവും. അതാണ് യൂണികാസ്റ്റ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ. പലപ്പോഴും നമ്മൾ സൈറ്റുകൾ നോക്കുമ്പോൾ നമ്മൾ കാണാറില്ലേ, സൈഡിൽ ഒരു ചെറിയ TV പോലെ കൊടുത്തിട്ട് അവിടെ എന്തുണ്ടാവും, ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് പ്ലേ ചെയ്യും. അതാണ് യൂണികാസ്റ്റ് അഡ്വർടൈസ്മെന്റ്. പോപ്പപ്പ് അഡ്വർടൈസ്മെന്റ്, പോപ്പപ്പ് എവറിബഡി ന്യൂസ് അല്ലേ. ഈ നേരത്തെ പറഞ്ഞ ഫ്ലോട്ടിംഗ് ആഡൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്, പോപ്പപ്പ് ആഡിൻ്റെ എക്സാമ്പിളാണ്. നമ്മൾ എന്തെങ്കിലും ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയിൽ കയറി വരുന്ന അഡ്വർടൈസ്മെന്റ്സ് ആണ് പോപ്പപ്പ്. ഈ ഇൻഡസ്ട്രീഷ്യൽസ് ആണെങ്കിലും ഫ്ലോട്ടിംഗ് ആഡ്സ് ഒക്കെ ആണെങ്കിലും ഒക്കെ എന്താണ്, പോപ്പപ്പ് അഡ്വർടൈസ്മെന്റ് ആണ്. Contextual advertisement. They usually used for content-based advertisement. Here, advertisement based on a website content is displayed. They help in targeted advertisement. കോണ്ടെക്സ്റ്റുവൽ അഡ്വർടൈസ്മെന്റ് പ്രത്യേകിച്ച് വേറൊന്നുമില്ല, നമ്മുടെ വെബ്സൈറ്റ് എന്താണോ ആ സൈറ്റിന്റെ കണ്ടന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സിനെയാണ് കോണ്ടെക്സ്റ്റുവൽ എന്ന് പറയാം. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ഒരു ഫുഡ് റിലേറ്റഡ് സൈറ്റ് ആണെങ്കിൽ അതിൽ പലപ്പോഴും ഈ ഫുഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാണാം, അഡ്വർടൈസ്മെന്റ്സ് കാണാം. അതങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക
ബിസ്ക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്ന കമ്പനിയാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാലും എങ്ങനെയാണ്, ഫുഡ് എന്തൂസിയാസ്റ്റുകളാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള കസ്റ്റമേഴ്സ് പൊതുവെ ഇത്തരത്തിലുള്ള ഫുഡ് റിലേറ്റഡ് വെബ്സൈറ്റ്സ് നോക്കും നമ്മൾ വിചാരിച്ചിട്ട് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കും. നമ്മുടെ കോണ്ടെക്സ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള സൈറ്റുകളിൽ നമ്മൾ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യുമ്പോഴാണ് അതിനെ കണ്ടന്റ് ബേസ്ഡ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റുവൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറയാം. Advertorials. An advertorial is a form of advertisement in newspaper, website or magazine. They usually a description about a product and are more detailed. They are purchased advertisement spaces. When done on website or e-magazine or e-newspaper, they become a part of online advertisement. Advertorials എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, എഡിറ്റോറിയൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ അഡ്വർട്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഒരു മാഗസീനിലൊക്കെ ഒരു സ്പേസ് വാങ്ങിക്കും. അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പേസ് വാങ്ങിക്കും. ആ സ്പേസ് വാങ്ങിച്ചിട്ട് അവിടെ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് ഇടുന്നതിനാണ് അഡ്വർട്ടോറിയൽ എന്ന് പറയാം. ഇത് ഓൺലൈൻ അഡ്വർടൈസിങ്ങിൻ്റെ ഭാഗമാകുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളൊരു ഇ മാഗസീനിലോ ഈ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു സൈറ്റിലോ ഒക്കെ ഇങ്ങനെ സ്പേസ് വാങ്ങിച്ച് ആഡ് ചെയ്യുമ്പോൾ അതിനെ അഡ്വർട്ടോറിയൽ ആസ് എ പാർട്ട് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ് എന്ന് പറയാം. ഇ-സൈൻസ് എന്ന് പറഞ്ഞാൽ ഈ മാഗസീനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഇ-സൈൻ. ഇ-സൈനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പല ആൾക്കാരും ഇപ്പം എന്താ പറയുക ഇലക്ട്രോണിക് മാഗസീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ നമ്മൾ പ്രിൻറ്റ് മീഡിയയിൽ ചെയ്യുന്ന പോലെ തന്നെ വി ക്യാൻ ഡു അഡ്വർടൈസിങ്. പിന്നെ സ്പാം ടാർഗറ്റഡ് ഓപ്റ്റൻ ഇമെയിൽ. സ്പാം നമുക്കൊക്കെ അറിയാം എന്താണ്, അൺസോളിസിറ്റഡ് അൺവാണ്ടഡ് മെയിൽസ്. ആവശ്യമില്ലാണ്ട് നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ലാണ്ട് നമുക്ക് വരുന്ന മെയിൽസിനെയാണ് എന്താ പറയുക സ്പാം എന്ന് പറയാം. ടാർഗറ്റഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സിമിലർ ടു സ്പാം പോലെ തന്നെയാണ് ഇൻ ദ സെൻസ് ദാറ്റ് ദർ അൺവാണ്ടഡ് മെയിൽ. നമ്മുടെ പെർമിഷൻ ചോദിച്ചിട്ടല്ല സ്പാമോ ടാർഗറ്റഡ് മെയിൽസും നമുക്ക് വരാറ്. പക്ഷേ ഡിഫറൻസ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് ഓൺലി സെൻഡ് ടു സർട്ടൺ ഡെമോഗ്രാഫിക്, ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡെമോഗ്രാഫിക്. അതായത് യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ യങ്സ്റ്റേഴ്സിന്, അല്ലെങ്കിൽ വിമൻ റിലേറ്റഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ വിമന് മാത്രം, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റിന് മാത്രം അയക്കുന്ന സ്പാം മെയിൽസിനെയാണ് ടാർഗറ്റഡ് മെയിൽസ്, ഇമെയിൽസ് എന്ന് പറയാം. ഓപ്റ്റൻ email is only good form of email advertising. Okay, here the recipients have agreed to receive email from the business. കാരണം ഈ ഓപ്റ്റൻ ഇമെയിലിൽ നമ്മൾ തന്നെ എന്താ പറയുക ഈ റിസീവ് ചെയ്യുന്ന ആളോട് നേരത്തെ പെർമിഷൻ ചോദിച്ചിട്ട് അവർ അഗ്രി ചെയ്തതിന് ശേഷമാണ് ഈ അഡ്വർടൈസ്മെൻറ്റ്സ് ഇവിടെ വരുന്നത്, നമ്മുടെ മെയിലിൽ വരുന്നത്. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സ്. ഇനി നമ്മൾ ജസ്റ്റ് ബെനിഫിറ്റ്സ് നോക്കുകയാണ്. നമുക്ക് അറിയാവുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഓൺലൈൻ അഡ്വർടൈസിങ്ങിൻ്റെ ബെനിഫിറ്റ്? ഗ്ലോബൽ ആക്സസിബിലിറ്റി. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എവിടെ ഏത് നാട്ടിലിരിക്കുന്ന ആൾക്ക് വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഇത് എത്തിക്കാൻ പറ്റും. റിച്ച് കണ്ടന്റ്. ഒബ്വിയസ്ലി വി കൻ യൂസ് മോർ വീഡിയോ, ഓഡിയോ, ഗ്രാഫിക് കണ്ടന്റ്സ് ഇൻ ഓൺലൈൻ അഡ്വർടൈസിങ്. അഫോർഡബിലിറ്റി. കമ്പയർഡ് ടു ട്രഡീഷണൽ മെത്തേഡ്സ് ഇറ്റ് ഈസ് മച്ച് മോർ അഫോർഡബിൾ. സ്പീഡ് കൂടുതലാണ്. അപ്ഡേഷൻ എല്ലാത്തിൻ്റെയും സ്പീഡ് കൂടുതലാണ്. നമുക്ക് ഓൺലൈൻ അഡ്വർടൈസിങ് ആവുന്ന സമയത്ത് ഇത് അഡ്വർടൈസ്മെൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ആണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഒക്കെ എന്താണ് സ്പീഡ് കൂടുതലാണ്. ക്വിക്ക് അപ്ഡേറ്റിംഗ്. അതെ, അപ്ഡേറ്റ് ചെയ്യാനും എളുപ്പമാണ്. നമ്മൾ പ്രിൻറ്റ് മീഡിയയിൽ ഒരു ആഡ് കൊടുത്ത് തെറ്റിയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് അപ്ഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ടെലിവിഷനിൽ അപ്ഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ഈസി കളക്ഷൻ ഓഫ് ഡേറ്റ. നമുക്ക് ആളുകളുടെ ഡീറ്റെയിൽസ്, ഇമെയിൽ, മറ്റേത് മറിച്ചത് പോലത്തെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ കളക്ട് ചെയ്യാൻ പറ്റും. ഒരു ന്യൂസ് പേപ്പറിലോ പ്രിൻറ്റ് മീഡിയ വഴിയൊക്കെ അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. ഹെൽപ്ഫുൾ ഇൻ ബ്രാൻഡിങ്. നമ്മുടെ ബ്രാൻഡ് ആൾക്കാരുടെ ഇടയിലെത്തി. നമ്മളൊരു പുതിയ കമ്പനിയാണ്, നമുക്ക് ബ്രാൻഡിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ട്രഡീഷണൽ മെത്തേഡ്സിൻ്റെ കൂടെ തന്നെ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ നമ്മുടെ ആ ഒരു പേരെത്തിക്കാൻ, ബ്രാൻഡ് എത്തിക്കാൻ നമുക്ക് പറ്റും. വീക്ക്നെസ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ? നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രഡീഷണൽ അഡ്വർടൈസ്മെൻറ്റ്. ട്രഡീഷണൽ അഡ്വർടൈസ്മെൻറ്റ് ഇന്നും വേണം. അത് മൊത്തമായിട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇപ്പോഴും എന്തിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല, ഡിജിറ്റൽ മാത്രമായിട്ട് നമുക്ക് ഇപ്പോഴും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അൺസോളിസിറ്റഡ് ഇൻ നേച്ചർ. അൺസോളിസിറ്റഡ് എന്ന് പറഞ്ഞാൽ പുഷിങ് ആൻ അഡ്വർടൈസ്മെന്റ് അറ്റ് സമൺ ഹു ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ചിലപ്പോൾ കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുടെ അടുത്തേക്ക് പുഷ് ചെയ്യാണ്. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. പലപ്പോഴും യൂട്യൂബിലൊക്കെ ആഡ്സ് വരുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും അല്ലേ. സോ ആ ഒരു പ്രശ്നം എവിടെയുണ്ട്, ഓൺലൈൻ ആഡ്സിൽ ഉണ്ട്. Misdirection. Misdirection means sending customers to web page other than the ones they are looking for. പലപ്പോഴും സംഭവിക്കുന്നതാണ് ഈ ആഡ്സ് ചെയ്യുമ്പോൾ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ സൈറ്റിലേക്ക് പകരം നമ്മൾ ഈ ആഡ് ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ അറിയാണ്ട് സംടൈംസ് ഇറ്റ് ഗെറ്റ്സ് റീഡയറക്റ്റഡ് ടു എ കോമ്പറ്റീറ്റേഴ്സ് വെബ് പേജ്. അറിയാണ്ട് ക്ലിക്ക് ചെയ്ത് നമ്മുടെ കോമ്പറ്റീറ്ററിൻ്റെ പേജിലേക്കും പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതാണ് മിസ്ഡയറക്ഷൻ എന്ന് പറയുന്നത്. ക്ലട്ടേർഡ് അപ്പിയറൻസ്. ഡെഫിനറ്റ്ലി ഈ പറയുന്ന ഓൺലൈൻ ആഡ്സ് ഒക്കെ ഏത് സൈറ്റിനെ ആണെങ്കിലും എന്തിനെയാണെങ്കിലും എന്ത് ചെയ്യും, ക്ലട്ടർ ചെയ്യും. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ പ്രൊഡക്ട്സ്. എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് വഴി വിൽക്കാനൊന്നും പറ്റില്ല. ഓക്കെ, ചില പർട്ടിക്കുലർ പ്രൊഡക്ട്സിന് വളരെ നല്ലതാണ്, ചില പെർട്ടിക്കുലർ പ്രൊഡക്ട്സിന് ഇപ്പോഴും ട്രഡീഷണൽ അഡ്വർടൈസ്മെൻറ്റ് തന്നെ വേണം. ലെസ് ഡിപ്പെൻഡബിൾ.
ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, കംപ്ലീറ്റ് ആയിട്ട് ട്രഡീഷണൽ അഡ്വർടൈസ്മെൻറ്റിനെ ഒഴിവാക്കി നമുക്ക് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ബ്ലോക്കിംഗ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും പലപ്പോഴും എന്ത് ബ്ലോക്ക് ചെയ്യും? പോപ്പപ്പ് ബ്ലോക്ക് ചെയ്യും, മറ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ പലപ്പോഴും ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ആ ഒരു പ്രശ്നമുണ്ട്. മിസ്ട്രസ്റ്റ്. പലപ്പോഴും ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സിന് ആളുകൾ ട്രസ്റ്റ് ചെയ്യുന്നത് കുറവാണ്. ടി വിയിൽ കാണുന്ന ആഡിനേക്കാളും ഓൺലൈനായിട്ട് കുറേ ആഡ്സ് വരുന്നതുകൊണ്ടാണോ അറിയില്ല, അതിലുള്ള ആൾക്കാരുടെ ട്രസ്റ്റ് എന്താണ് കുറവ്. പിന്നെ മെഷറിങ് എഫക്റ്റീവ്നെസ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സ്. എങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ അഡ്വർടൈസിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുക? നമ്മൾ ചെയ്തിട്ട് അത് എഫക്റ്റീവ് ആണോ എന്ന് എങ്ങനെ മെഷർ ചെയ്യും? മെഷർ ചെയ്യാൻ 4 ക്രൈറ്റീരിയ ആണുള്ളത്. ട്രാഫിക്, കൺവേർഷൻ, എൻഗേജ്മെൻറ്റ്, റീച്ച്. ട്രാഫിക് നമുക്കറിയാം. ട്രാഫിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിലേക്കുള്ള ഹിറ്റ് കൂടുക. നമ്മുടെ സൈറ്റിലേക്ക് വരുന്ന ആളുകളുടെ ട്രാഫിക് കൂടിയാൽ അതെന്തായെന്ന് പറയാം? എഫക്റ്റീവായി എന്ന് പറയാം. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ഒക്കേഴ്സ് വെൻ എ വിസിറ്റർ ടു എ വെബ്സൈറ്റ് ഹവ് കംപ്ലീറ്റഡ് എ ഡിസൈർഡ് ഗോൾ ലൈക്ക് ഫില്ലിംഗ് ഔട്ട് എ ഫോം ഓർ മേക്കിംഗ് പർച്ചേസ്. നമ്മൾ നേരത്തെ ആക്ഷൻ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമ്മുടെ ഒരു യൂസർ, നമ്മൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ളൊരു യൂസർ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്താൽ അതിനെയാണ് നമ്മൾ കൺവേർഷൻ എന്ന് പറയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു യൂസർ സൈൻ ഇൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്ത് അതിന് എന്തെന്ന് പറയാം? കൺവേർഷൻ എന്ന് പറയാം. അപ്പോൾ എത്ര കൺവേർഷൻ വന്നു? നമ്മൾ നമ്മുടെ സൈറ്റിൽ ഒരു സൈൻ ഇൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര കൺവേർഷൻസ് വന്നു എന്ന് നോക്കിയാൽ ഒരു പരിധി വരെ എത്ര എഫക്റ്റീവായി നമുക്ക് മനസ്സിലാവും. എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മൗസ് ടച്ച്, ക്ലിക്ക് ആൻഡ് ഇൻട്രാക്ഷൻ ആർ ഓൾ മെട്രിക്സ് യൂസ് ടു മെഷർ എൻഗേജ്മെൻറ്റ്. ഒരു അഡ്വർടൈസ്മെൻറ്റിൽ എത്രത്തോളം ഒരാൾ എൻഗേജ്ഡ് ആയി അത് അറിയണം എന്നുണ്ടെങ്കിൽ വെറുതെ ആൾ ക്ലിക്ക് ചെയ്തുകൊണ്ടോ കണ്ടതുകൊണ്ടോ ആയില്ല, എത്ര തവണ ക്ലിക്ക് ചെയ്തു. ഓക്കെ, മൗസ് ടച്ച്, എവിടെയൊക്കെ അയാൾ പോയിട്ട് ടച്ച് ചെയ്തു, ആ അഡ്വർടൈസ്മെൻ്റ് ആയിട്ടുള്ള ആ സമയത്ത് ഇൻട്രാക്ഷൻ എങ്ങനെയാണ്, ഇത്തരം മെട്രിക്സ് നോക്കിയാൽ എത്രത്തോളം എൻഗേജ്ഡ് ആയിരുന്നു അയാൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് എ മെഷർ ഫോർ അണ്ടർസ്റ്റാൻഡിങ് എഫക്റ്റീവ്നെസ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ്. റീച്ച് നമുക്കറിയാം, എത്ര പേരിലേക്ക് എത്തി, എത്ര എന്താ പറയുക ടൈപ്പ് ഓഫ് ആൾക്കാർ ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, എത്ര ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. ഇതൊക്കെ മെഷർ ചെയ്താലും നമുക്ക് നമ്മുടെ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യാൻ പറ്റും. സോ